നമ്മുടെ സംസ്ഥാനത്തെ സ്ത്രീ സുരക്ഷാ വീട്ടമ്മ പെൻഷൻ പദ്ധതിയിലേക്ക് അപേക്ഷ വെച്ചവർ നമ്മുടെ വീടുകളിലുണ്ടെങ്കിൽ ഈ വീഡിയോ അറിയാതെ പോകരുത്, ശ്രദ്ധിക്കാതെ പോകരുത്. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ്, നമുക്ക് ആനുകൂല്യം മുടങ്ങാതെ ഇരിക്കുന്നതിന് വേണ്ടിയാണ്. എത്രയും വേഗം ഇതിനു വേണ്ടിയ ക്രമീകരണങ്ങൾ നമ്മളുടെ ഭാഗത്തു നിന്ന് ചെയ്യുകയും വേണം. സംസ്ഥാന സർക്കാർ ഈ സ്കീമിൻ്റെ ഈ 1000 രൂപ പദ്ധതിയുടെ രജിസ്ട്രേഷൻ വിളിച്ചപ്പോൾ തന്നെ എല്ലാവരും അപേക്ഷ വയ്ക്കാനായിട്ട് തിടുക്കം കൂട്ടി. അങ്ങനെ വന്നതുകൊണ്ട് തന്നെയാണ് ഒരുപാട് അപേക്ഷകളിൽ ഇപ്പോൾ പൊരുത്തക്കേടുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അപേക്ഷകൾ റിട്ടേൺ ആവുകയാണ്, അതായത് തിരികെ ഗുണഭോക്താവിൻ്റെ പക്കലേക്ക് തന്നെ മടങ്ങുന്ന ഒരു സാഹചര്യം. അപേക്ഷ റിജക്റ്റ് ആയിട്ടില്ല, പക്ഷേ റിജക്റ്റ് ആവുന്ന സാഹചര്യം വരെ ഉണ്ടായേക്കാം. അതുകൊണ്ട് തന്നെയാണ് അപേക്ഷ വെച്ചവരെല്ലാം ഈ അറിയിപ്പ് തീർച്ചയായിട്ടും ശ്രദ്ധിക്കണമെന്ന് പറയുന്നത്. നമ്മളുടെ സംസ്ഥാനത്ത് വീട്ടമ്മ പെൻഷൻ പദ്ധതിക്ക് വേണ്ടിയുള്ള വേരിഫിക്കേഷനുകൾ ആരംഭിച്ചിരുന്നു. ഉദ്യോഗസ്ഥർ എല്ലാ ഡോക്യുമെൻറ്റും കൃത്യമായിട്ട് പരിശോധിച്ച് സ്ഥിരീകരിക്കുകയാണ്. നമുക്ക് മറ്റ് പെൻഷൻ ആനുകൂല്യങ്ങൾ ഏതെങ്കിലും ലഭിക്കുന്നുണ്ടെങ്കിൽ, അതല്ല എങ്കിൽ സർക്കാരിൻ്റെ ഏതെങ്കിലും മേഖലയിൽ നിന്ന് മറ്റ് ആനുകൂല്യങ്ങൾ വാങ്ങുന്നുണ്ടെങ്കിൽ, അതോടൊപ്പം തന്നെ സർക്കാർ ജോലി, അത് സ്ഥിരമോ താൽക്കാലികമോ കരാർ തൊഴിലോ ആയിക്കോട്ടെ, അങ്ങനെയുള്ള ആനുകൂല്യങ്ങൾ വാങ്ങുന്നുണ്ടെങ്കിൽ ഇതെല്ലാം തന്നെ നമ്മളുടെ ആധാർ ഡേറ്റ വെച്ച് പരിശോധിച്ച് കൃത്യമായിട്ട് സർക്കാർ വെരിഫൈ ചെയ്യും. ഇനി അത് മാത്രമല്ല, ഈ സമയത്ത് 16 ലക്ഷത്തിന് മുകളിൽ അപേക്ഷകൾ സമർപ്പിച്ചു കഴിഞ്ഞിരുന്നു. ഓൺലൈൻ വഴി, അതായത് ബന്ധപ്പെട്ട അക്ഷയ കേന്ദ്രങ്ങൾ, കോമൺ സർവീസ് സെൻ്ററുകൾ, ജനസേവാ കേന്ദ്രങ്ങൾ വഴി അപേക്ഷ വെച്ചവരുണ്ട്. സ്മാർട്ട് ഫോൺ വഴി അപേക്ഷ വെച്ചവരുണ്ട്. അപേക്ഷയിൽ നമ്മൾ ഈ മുൻപ് പറഞ്ഞിരുന്നത് പോലെ തന്നെ വിവിധ ഡോക്യുമെൻറ്റിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് നമ്മളുടെ വയസ്സ് തെളിയിക്കുന്ന രേഖയായിരുന്നു. അതോടൊപ്പം തന്നെ ആധാർ, ബാങ്ക് ഡീറ്റെയിൽസ്, അപേക്ഷയിൽ നമ്മൾ കൊടുക്കുന്ന പേര്. അപ്പോൾ ഈ സമയത്ത് കൂടുതൽ തെറ്റുകൾ വന്നിട്ടുള്ളത് പേരിലെ പൊരുത്തക്കേടാണ് എന്നാണ് ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളവർ 1 and same സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഹാജരാക്കണം. അപേക്ഷ റിട്ടേൺ ആയിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി നമ്മളുടെ സ്റ്റാറ്റസ് പരിശോധിക്കുകയും വേണം. നമ്മൾ എവിടെ വെച്ചാണോ അപേക്ഷകൾ സമർപ്പിച്ചിട്ടുള്ളത്, ഓൺലൈൻ സർവീസ് സെൻ്ററുകളിൽ വെച്ചാണെങ്കിൽ കൃത്യമായിട്ട് അവരെ വിളിച്ച് നമ്മളുടെ ആപ്ലിക്കേഷൻ ID ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് സ്റ്റാറ്റസ് ചെക്ക് ചെയ്യിപ്പിക്കുക. ഇനി സ്മാർട്ട് ഫോൺ വഴി അപേക്ഷ വെച്ചവർക്ക് നമ്മുടെ ഫോണിൽ വഴി ഈ കാര്യങ്ങൾ പരിശോധിക്കാൻ സാധിക്കുന്നതേ ഉള്ളൂ. എത്രയും വേഗം വേണം ഈ കാര്യങ്ങൾ പരിശോധിച്ച് സ്ഥിരീകരിക്കുന്നതിന് വേണ്ടി. അതിനുശേഷം നമ്മളുടെ പേരിൽ എന്തെങ്കിലും പൊരുത്തക്കേടുകളുണ്ടെങ്കിൽ, അതായത് പേരിലെ വ്യത്യാസമാണ് ഇവിടെ കാരണമാകുന്നത്, അത് കൃത്യമായിട്ട് 1 and same സർട്ടിഫിക്കറ്റ് നമ്മൾ ഹാജരാക്കി അത് തിരുത്തണം. എങ്കിൽ മാത്രമേ നമുക്ക് തുക അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുകയുള്ളൂ. അപ്പോൾ സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയുടെ ആനുകൂല്യത്തിന് അപേക്ഷ വെച്ചവർ തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇനിയും അപേക്ഷ വയ്ക്കാനുള്ള അവസരമുണ്ട്. അപേക്ഷകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓൺലൈൻ സർവീസ് സെൻ്ററുകൾ വഴിയോ നമ്മുടെ സ്മാർട്ട് ഫോൺ വഴിയോ ഒക്കെ അപേക്ഷകൾ സമർപ്പിക്കാം. 35-നും 60 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവർക്കാണ് അപേക്ഷ വയ്ക്കാൻ അർഹതയുള്ളത്. അതുമാത്രമല്ല, തൊഴിലുറപ്പ് പദ്ധതിയുടെ ആനുകൂല്യം വാങ്ങുന്നവരൊക്കെ ആണെങ്കിൽ പോലും നമുക്ക് അപേക്ഷ വെക്കാം. ആ രീതിയിൽ അപേക്ഷകൾ മുന്നോട്ട് കൊണ്ടുപോവുക. പക്ഷേ അപേക്ഷ വയ്ക്കുമ്പോൾ എല്ലാ രേഖകളിലെയും നമ്മളുടെ പേര്, മറ്റു കാര്യങ്ങളെല്ലാം തുല്യമായിരിക്കുന്നതിന് വേണ്ടി ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കണം. അതിലെന്തെങ്കിലും പൊരുത്തക്കേടുകളുണ്ടെങ്കിൽ പോലും നമ്മളുടെ അപേക്ഷ റിജക്റ്റ് ആവും. റിട്ടേൺ ടു സിറ്റിസൺ എന്നൊക്കെയാണ് കാണിക്കുന്നത് എങ്കിൽ തീർച്ചയായിട്ടും ഈ അപേക്ഷ നമ്മൾ പുനഃപരിശോധിക്കുക. ബന്ധപ്പെട്ട രേഖകൾ അല്ലെങ്കിൽ 1 and same സർട്ടിഫിക്കറ്റുകൾ സമർപ്പിച്ച അപേക്ഷകൾ വയ്ക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ ഈ 1000 രൂപ പദ്ധതിയുടെ, അതായത് പ്രതിമാസം ലഭിക്കുന്ന പെൻഷനാണ്, ഇത് പാഴാക്കാതിരിക്കുക. ഈ സഹായം നമ്മളുടെ വേണ്ടപ്പെട്ടവർക്ക് നഷ്ടമാകാതിരിക്കട്ടെ. അതുകൊണ്ട് തന്നെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഈ അറിയിപ്പ് എല്ലാവരിലേക്കും എത്തിക്കുക. ഇതുപോലെ വിവിധ ഇൻഫർമേഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.